ഭാഗം 1 പുസ്തകം 1 അധ്യായം 8 പരിശുദ്ധ മറിയത്തിന്റെ ബാല്യകാലം. പരിശുദ്ധ മറിയത്തിന്റെ ബാല്യകാലം മറ്റു ശിശുക്കളുടേതുപോലെ തന്നെയായിരുന്നു. മാതാപിതാക്കൾ തങ്ങളുടെ ശിശുവിന്റെ കാര്യത്തിൽ വളരെയധികം ശ്രദ്ധിച്ചിട്ടു പോലും പോഷണവും നിദ്രയും മറ്റു ശിശുക്കളോട് താരതമ്യം ചെയ്താൽ കുറവായിരുന്നു എന്നു വേണം കരുതാൻ. മറ്റു ശിശുക്കളെപ്പോലെ വെറുതെ കരഞ്ഞ് ബുദ്ധിമുട്ടുകൾ സൃഷ്ടിക്കുന്നതിൽ മറിയത്തിന് താൽപ്പര്യമില്ലായിരുന്നു. അവൾ വളരെ സൗമ്യയും സുശീലയുമായിരുന്നു. ലോകത്തിന്റെ പാപത്തെ പ്രതിയും ലോകരക്ഷയ്ക്കു വേണ്ടിയും അവൾ കരയുകയും നെടുവീർപ്പിടുകയും ചെയ്യുമായിരുന്നതുകൊണ്ട് ശിശുവിന്റെ സ്വഭാവത്തിന്റെ സവിശേഷതകൾ മറ്റാരിലും സംശയം ജനിപ്പിച്ചില്ല. ശൈശവത്തിലും ബാല്യത്തിലും പ്രൗഢഗംഭീരവും പ്രശാന്തവുമായ ഒരു മുഖഭാവമാണ് ശിശു പ്രദർശിപ്പിച്ചിരുന്നത്. അതുല്യമായ രീതിയിൽ വിശുദ്ധ അന്ന ശിശുവിനെ പരിചരിച്ചപ്പോൾ വിശുദ്ധ യോവാക്യമും തന്റെ ശിശുവിനെ ഗാഢമായി സ്നേഹിച്ചു പോന്നു. ശിശുവും തിരിച്ച് ദൈവപ്രീതിക്ക് വളരെയധികം പാത്രവാനായ തന്റെ പിതാവിനെ അകമഴിഞ്ഞ് സ്നേഹിച്ചിരുന്നു. എങ്കിലും ദൈവം തന്നെ യോവാക്യമിലും മറ്റുള്ളവരിലും ശിശുവിനെതിരെ ഒരു പ്രത്യേക ബഹുമാനം ഉളവാക്കി. ആയതിനാൽ പിതാവിന്റെ വാത്സല്യം പോലും ദൈവമാതാവാക്കേണ്ട ശിശുവിന് നേരെ ആദരപൂർവമാണ് ചൊരിയപ്പെട്ടിരുന്നത്. ശൈശവത്തിൽ തന്നെ ദൈവമാതാവിന് പ്രത്യേക ശോഭയുണ്ടായിരുന്നു. സ്വാഭാവികമായ ശൈശവത്തിലൂടെ കടന്നു പോകുമ്പോഴും പ്രത്യേക ദൈവിക കൃപാശക്തികൾ ശിശുവിനുണ്ടായിരുന്നു. നിദ്രയിലായിരിക്കുമ്പോൾ പോലും ആന്തരികമായ സ്നേഹത്തിന്റെ കാര്യങ്ങളെല്ലാം സമർത്ഥമായി അവിരാമം തുടരാനുള്ള പ്രത്യേക ദൈവിക വരം ശിശുവിന് ലഭിച്ചിരുന്നു. ഇപ്രകാരം മാനവബുദ്ധിക്കും ചിന്താഗതിക്കും അതീതമായ വരങ്ങളാലും കഴിവുകളാലും തന്റെ മാതാവിനെ സർവശക്തനായ ദൈവം അനുഗ്രഹിച്ചു. വളർച്ചയുടെ ആദ്യഘട്ടങ്ങളിൽ സാധാരണ കുട്ടികളിൽ സംസാരശേഷി കുറവും ആ കുറവിൽ നിന്ന് മേധാശക്തിയും സാവകാശം സംസാരശേഷിയും വികസിച്ചു വരികയുമാണ് പതിവ്. എന്നാൽ ശിശുവായ ത്രിലോകരാജ്ഞിക്ക് മേധാശക്തിയുടെ ഫലവും പരിണാമവുമായ സംസാരശേഷി ലഭിച്ചിരുന്നു. എന്നിട്ടും എളിമയുടെ മൂർത്തിരൂപമായ അവിടുന്ന് മറ്റു ശിശുക്കളെപ്പോലെയായിരിക്കാൻ വേണ്ടി സംസാരിച്ചില്ല. മറിയത്തിന്റെ പുണ്യപൂർണത ഇവിടെ നമുക്ക് ദർശിക്കാൻ സാധിക്കും. സ്വാഭാവികമായി സംസാരശേഷി ഇല്ലാത്ത ആൾ സംസാരിക്കുക എന്നതിനേക്കാൾ സംസാരശേഷി ഉണ്ടായിരുന്നിട്ടും 1.5 വർഷം യാതൊന്നും ഉരിയാടാതെ സംയമനം പാലിക്കുക എന്നത് കൂടുതൽ അമ്പരപ്പിക്കുന്നതല്ലേ? മറ്റു ശിശുക്കൾക്ക് സംസാരശേഷി ഇല്ലാത്ത കാലത്ത് രാജശിശു ഉരിയാടാതിരിക്കണമെന്നത് ദൈവനിശ്ചയമായിരുന്നു. സംസാരിക്കാനുള്ള അനുവാദം ദൈവവുമായി പ്രാർത്ഥനാ സംഭാഷണത്തിലായിരുന്നപ്പോഴും ശിശുവിന്റെ കാവൽ ദൂതന്മാരുമായി സംസാരിക്കുമ്പോഴും മാത്രമായിരുന്നു. സംസാരശേഷിയുടെ ഉടയവനായ കർത്താവിനോടും അവിടുത്തെ ദൂതന്മാരോടും തന്റെ കഴിവ് ഉപയോഗിച്ച് ആശയവിനിമയം നടത്തുന്നത് എത്രയോ അഭികാമ്യമായതിനാലാണത്. മാത്രവുമല്ല, ശിശുവിന് നൽകപ്പെട്ട സംസാരശേഷി വളരെ കാലം ഉപയോഗിക്കാതിരുന്നതും നന്നല്ലാത്തതിനാലാണ് ഇപ്രകാരം നിശ്ചയിക്കപ്പെട്ടത്. എങ്കിലും അവിടുത്തെ മാതാവിന് പോലും 1.5 വർഷക്കാലം തന്റെ ശിശുവിനുണ്ടായിരുന്ന ഈ അതിസ്വാഭാവിക സാമർഥ്യം മനസ്സിലാക്കാൻ സാധിച്ചില്ല. അതിനാൽ തന്നെ എത്ര പക്വതയും സംയമനവും ആണ് രാജശിശു പാലിച്ചത് എന്നോർക്കുക. പ്രസ്തുത കാലഘട്ടത്തിൽ തന്റെ മാതാവ് അനുവദിച്ചപ്പോഴെല്ലാം വളരെ ബഹുമാനത്തോടെയും അങ്ങേയറ്റം എളിമയോടെയും ശിശു തന്റെ മാതാപിതാക്കളുടെ കരങ്ങൾ തഴുകി മുത്തിയിരുന്നു. തന്റെ സ്നേഹപ്രകടനത്തിലൂടെ താൻ അവരുടെ അനുഗ്രഹങ്ങൾ കാക്ഷിക്കുന്നുവെന്ന് ശിശു വെളിപ്പെടുത്തുകയായിരുന്നു. അവരുടെ ജീവിതകാലമത്രയും എത്രയോ ഉന്നതമായ രീതിയിൽ ശിശു അവരെ അനുസരിച്ചു പോന്നു. കൂടാതെ അവരുടെ ആലോചനകൾ മുൻകൂട്ടി അറിഞ്ഞ രാജശിശു അവ സാധിച്ചു കൊടുക്കുന്നതിന് ഉത്സുകിയുമായിരുന്നു. 2 വയസ്സ് തികഞ്ഞപ്പോൾ മുതൽ പാവങ്ങളുടെ പ്രത്യേക അനുകമ്പയും ദയയും അവൾ പ്രദർശിപ്പിക്കാൻ തുടങ്ങി. അവർക്ക് വേണ്ടി തന്റെ അമ്മയോട് അവൾ ദാനങ്ങൾ യാചിച്ചിരുന്നു. വിശുദ്ധയായ അവളുടെ അമ്മ പാവങ്ങൾക്കു വേണ്ടിയും തന്റെ പുത്രിയുടെ ഇച്ഛാപൂർത്തീകരണത്തിനായും അവളിൽ ദാനശീലം വളർത്തുന്നതിനായും ചോദിക്കുന്നത് നൽകുമായിരുന്നു. തനിക്ക് ലഭിച്ചിരുന്നതെല്ലാം ദാനം ചെയ്യുമായിരുന്ന രാജശിശു തന്റെ ഭക്ഷണത്തിന്റെ ഒരു ഭാഗം ദരിദ്രർക്കായി നീക്കിവയ്ക്കുമായിരുന്നു. ബാല്യം മുതലേ അനുകമ്പ എന്നോടൊപ്പം വളർന്നു. ജോബ് 31:18. ജോബിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഈ വചനം ദൈവമാതാവിനാണ് കൂടുതൽ യോജിക്കുന്നത്. ഭിക്ഷ നൽകുന്നത് പോലെയല്ല, മറിച്ച് താൻ നൽകാൻ കടപ്പെട്ടിരുന്ന എന്തോ തിരികെ നൽകുന്നത് പോലെയാണ് ശിശു ദാനങ്ങൾ നൽകിയിരുന്നത്.
എനിക്ക് ധാരാളമായി നൽകപ്പെട്ടതും എൻ്റെ ഈ സഹോദരന് അർഹതപ്പെട്ടതും ഇതാ ഞാൻ നൽകുന്നു എന്ന് ഹൃദയത്തിൽ പറഞ്ഞുകൊണ്ടാണ് അവൾ ദാനങ്ങൾ നൽകിയിരുന്നത്. ദാനം ചെയ്യുമ്പോൾ അവരുടെ കരങ്ങൾ അവൾ ചുംബിച്ചിരുന്നു. മറ്റാരും കാണാത്ത സമയങ്ങളിൽ പാദങ്ങളും, ഇത് രണ്ടും സാധ്യപ്പെടാത്ത നിമിഷങ്ങളിൽ അവർ നടന്ന നിലം ചുംബിച്ചിരുന്നു. ദിവ്യശിശു തന്നെ സമീപിക്കുന്നവരുടെ ആത്മശരീര ആവശ്യങ്ങൾ സകലതും തന്റെ മധ്യസ്ഥതയിലൂടെ കരുണാർദ്ര ഹൃദയത്തോടെ സാധിച്ചു കൊടുത്തിരുന്നു. ഈ അത്യുന്നത ശിശു മറ്റു ശിശുക്കളെ പോലെ വായന തുടങ്ങിയ അടിസ്ഥാന കാര്യങ്ങൾ പഠിപ്പിക്കപ്പെടാൻ അനുവദിച്ചു എന്നതും ഏറ്റവും ആശ്ചര്യകരമായ വസ്തുതയാണ്. എന്തെന്നാൽ സൃഷ്ടിക്കപ്പെട്ട സകല കലകളെയും വിദ്യകളെയും കുറിച്ച് ശിശുവിന് ആന്തരികമായി പൂർണ്ണമായ അറിവുണ്ടായിരുന്നെങ്കിലും പഠിപ്പിക്കുന്ന സമയത്ത് എളിമയോടെ എല്ലാം സൂക്ഷ്മമായി ശ്രവിച്ചിരുന്നു. ശിശുവിന്റെ അനുസരണം മാലാഖമാരെ പോലും അമ്പരിപ്പിക്കുന്നതായിരുന്നു. വിശുദ്ധ അന്ന തന്റെ സ്നേഹത്തിന്റെ പാരമ്യതയിൽ ഈ ശിശുവിനെ പ്രതി ഹർഷപുളകിതയാവുകയും ദൈവത്തെ സ്തുതിക്കുകയും ചെയ്തു. എങ്കിലും ശിശുവിനെ ദേവാലയത്തിൽ സമർപ്പിക്കേണ്ട സമയം ആസന്നമാകുന്നത് ഓർത്ത് മാനസികമായി ഈ ദിവ്യ മാതാവ് വ്യസനിച്ചിരുന്നു. ഇത് മനസ്സിലാക്കിയ ദിവ്യശിശു തനിക്ക് 3 വയസ്സ് തികയുന്നതിന് 6 മാസം മുൻപ് മുതലേ ദേവാലയത്തിലായിരിക്കാനുള്ള തന്റെ തീവ്രമായ ആഗ്രഹത്തെപ്പറ്റി മാതാവിനെ ധരിപ്പിക്കുകയും വേർപാടിനായി ഒരുക്കുകയും ചെയ്തു. ദൈവം അവർക്കു നൽകിയ കാരുണ്യത്തെ ശിശു ഓർമ്മിപ്പിച്ചു. ദേവാലയത്തിൽ ദൈവശുശ്രൂഷയിലായിരിക്കുമ്പോൾ താൻ എത്രമാത്രം കൂടുതലായി തന്റെ മാതാപിതാക്കളുടെ തന്നെ പുത്രിയായിരിക്കുമെന്ന് അവൾ സ്വമാതാവിനെ ബോധ്യപ്പെടുത്തി. ദൈവത്തിന് നേർന്ന നേർച്ച നിവർത്തിക്കേണ്ടതിന്റെ ആവശ്യകതയും അന്തസത്തയും വെളിപ്പെടുത്തുകയും ചെയ്തു. വിശുദ്ധ അന്ന തന്റെ ശിശുവിന്റെ വിവേകമുള്ള വാദങ്ങൾ ശ്രവിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തു. എങ്കിലും മാതൃസഹജമായ സ്നേഹത്താൽ ശിശുവിനെ പിരിയുന്നത് എത്രയോ വേദനയും വിഷമവും നിറഞ്ഞ കാര്യമായിരുന്നു. തന്റെ ശിശുവിന്റെ മാഹാത്മ്യം അവൾ അറിഞ്ഞിരുന്നതിനാൽ ലോകത്തിലെ സകലത്തിനെയും കാൾ ശിശുവിനെ അവൾ പരിപാലിച്ചിരുന്നു. സർവേശ്വരൻ അവളെ ആശ്വസിപ്പിച്ചില്ലായിരുന്നെങ്കിൽ വേർപാടിന്റെ വേദന അതികഠോരവും പ്രാണൻ പോലും നഷ്ടപ്പെടാൻ മാത്രം ഭയാനകവും ആയിരുന്നു. ആ ദിവ്യമാതാവ് തന്റെ അരുമയായ പുത്രിയോട് വേദനയോടെ ഇപ്രകാരം പറഞ്ഞു: എന്റെ പ്രിയപുത്രി, നിനക്ക് വേണ്ടി ഞാൻ വളരെ നാൾ കാത്തിരുന്നു. എങ്കിലും നിന്നോടുകൂടി കുറച്ചു നാളുകൾ മാത്രം ആയിരിക്കാനേ എനിക്ക് ഭാഗ്യം ലഭിച്ചുള്ളൂ. ദൈവത്തിന്റെ ഇച്ഛ നിറവേറട്ടെ. നിന്നെ അവിടുത്തെ ശുശ്രൂഷയ്ക്കായി ദൈവാലയത്തിൽ സമർപ്പിക്കുമെന്ന പ്രതിജ്ഞ ഞാൻ നിറവേറ്റുക തന്നെ ചെയ്യും. ഇനിയും അതിന് സമയമുണ്ട്. നിന്റെ ആഗ്രഹ നിവൃത്തിക്കായി അല്പനാളുകൾ കൂടി കാത്തിരുന്നാലും. 3 വയസ്സ് തികയുന്നതിന് കുറച്ചു ദിവസങ്ങൾക്ക് മുൻപ് ദൈവികമായ ഒരു ദർശനത്തിൽ ഞാൻ ദൈവശുശ്രൂഷയ്ക്കായി ദൈവാലയത്തിൽ സമർപ്പിക്കപ്പെടേണ്ട സമയം സമാഗതമായി എന്ന് മറിയത്തിന് വെളിപ്പെടുത്തപ്പെട്ടു. വളരെ പവിത്രമായ തന്റെ ഹൃദയം ആനന്ദപുളകിതമാവുകയും കൃതജ്ഞതാപൂരിതമാവുകയും ചെയ്തു. നന്ദിയോടെ അവൾ ഇപ്രകാരം പ്രാർത്ഥിച്ചു: അനന്ത നന്മയായ സർവേശ്വര, അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവമേ, അങ്ങയെ സ്തുതിക്കാൻ ഞാൻ യോഗ്യയല്ല. എനിക്കു വേണ്ടി അങ്ങയുടെ ദൂതന്മാർ അങ്ങയെ പാടിപ്പുകഴ്ത്തട്ടെ. അങ്ങയുടെ പാദപീഠമായ ഭൂമിയിലെ ഏറ്റവും നിസ്സാരമായ സ്ഥലം പോലും വാസസ്ഥലമായി ലഭിക്കാൻ യോഗ്യതയില്ലാത്ത എനിക്ക് അങ്ങയുടെ ഭവനത്തിൽ ശുശ്രൂഷ ചെയ്യുന്നതിന് നൽകിയ ഈ വലിയ അനുഗ്രഹത്തിന് ഞാൻ അയോഗ്യയാകുന്നു. എങ്കിലും അങ്ങയുടെ മഹത്വത്തിനായി എന്റെ മാതാപിതാക്കളുടെ ഹൃദയങ്ങളെ അങ്ങയുടെ തിരുവിഷ്ട പൂർത്തിക്കായി ഞാൻ ഉണർത്തുന്നതായിരിക്കും. അതേസമയം വിശുദ്ധ അന്നായ്ക്കും ഒരു ദർശനമുണ്ടായി. ശിശുവിന് 3 വയസ്സ് തികയുന്ന ദിവസം ദേവാലയത്തിൽ സമർപ്പിക്കാൻ ദൈവം ആവശ്യപ്പെട്ടു. ഇസഹാക്കിനെ ബലി കഴിക്കേണ്ടി വന്നപ്പോൾ അബ്രാഹം അനുഭവിച്ചതിനേക്കാൾ വലിയ വേദന വിശുദ്ധ അന്ന സഹിച്ചു. അപ്പോൾ ദൈവം അവളുടെ ഏകാന്തതയിൽ അവളുടെ ചാരത്തുണ്ടായിരിക്കുമെന്ന് വാക്കുകൊടുത്ത് അവളെ ആശ്വസിപ്പിച്ചു. തത്സമയം വിശുദ്ധ യോവാക്കിമിനും ശിശുവിനെ സമർപ്പിക്കുന്നതിനായി ദൈവത്തിന്റെ ഒരു ദർശനം ഉണ്ടായി. ദൈവാജ്ഞ പ്രകാരം ശിശുവിനെ ദേവാലയത്തിൽ സമർപ്പിക്കേണ്ട തീയതി അവർ നിശ്ചയിച്ചു. ഈ ദിവ്യ പിതാവിന്റെ ദുഃഖവും അതിരറ്റതായിരുന്നു. പക്ഷേ വിശുദ്ധ അന്നായുടെ ദുഃഖം അതിലും വളരെ വലുതായിരുന്നു. എന്തെന്നാൽ തന്റെ ശിശുവിന്റെ ദൈവമാതൃസ്ഥാനത്തെപ്പറ്റിയും അവളുടെ പരിപൂർണ ശക്തി സാമർഥ്യങ്ങളെപ്പറ്റിയും അദ്ദേഹത്തിന് അപ്പോഴും അറിവ് നൽകപ്പെട്ടിരുന്നില്ല. സ്വർഗീയ രാജ്ഞിയുടെ വചസ്സുകൾ: എനിക്ക് അത്യന്തം പ്രിയപ്പെട്ട മകളെ, എന്റെ ഈ വചനങ്ങൾ നീ ഹൃദയത്തിൽ സൂക്ഷിക്കുക. ജനിച്ച സകലരും മരിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ പ്രത്യുത മൃത്യുവിന്റെ സമയം എപ്പോഴാണ് എന്ന് ആരും അറിയുന്നില്ല. എല്ലാവർക്കും തീർച്ചയായും ഒന്നറിയാം:
നിത്യത അനന്തമാണ്. മനുഷ്യജീവിതം ക്ഷണികമാണ്. ശാശ്വത മരണമോ നിത്യജീവനോ? അത് ഈ ചെറിയ ജീവിത സമയത്ത് മർത്യർ ചെയ്യുന്ന ചെയ്തികളെ അനുസരിച്ചായിരിക്കും. ജീവിതമാകുന്ന ഈ തീർത്ഥയാത്രയിൽ മനുഷ്യൻ ദൈവപ്രീതിക്ക് അർഹനാണോ അല്ലയോ എന്നത് അവനിൽ നിന്ന് മറച്ചിരിക്കുന്നു. എന്തെന്നാൽ അവന് നൽകപ്പെട്ടിരിക്കുന്ന ജ്ഞാനം ശരിയായി വിനിയോഗിച്ചാൽ സത്യദൈവത്തെ കൂട്ടാളിയാക്കി ജീവിക്കാൻ അത് അവനെ സ്വാഭാവികമായും പ്രേരിപ്പിക്കും. ജ്ഞാനം മനുഷ്യന്റെ ആത്മാവിന് നൽകുന്നതോടെ ദൈവം മനുഷ്യനെ നന്മയിലേക്ക് ആഹ്വാനം ചെയ്യുകയും അവന്റെ ആത്മാവിനെ തിന്മയിൽ നിന്ന് അകറ്റി നിർത്തുന്നതിന് പ്രേരണ നൽകുകയും ചെയ്യുന്നു. കൂടാതെ തുടർച്ചയായി പ്രോത്സാഹനത്തിലൂടെ, വിശുദ്ധ കൂദാശകളിലൂടെ, ദൈവകൽപ്പനകളിലൂടെ സദാ അവിടുത്തെ ദൂതന്മാർ, ഉപദേശകർ, കുമ്പസാരക്കാർ, പുരോഹിതന്മാർ, അഭിഷിക്തർ, ഗുരുക്കന്മാർ ആദിയായവർ മുഖേന പീഡകൾ, വരങ്ങൾ, ദുരിതങ്ങൾ, മരണം, അവിടുത്തെ മറ്റ് തീരുമാനങ്ങൾ എന്നീ മാർഗങ്ങളിലൂടെ തിന്മയെ വെറുത്ത് നന്മയെ ആശ്ലേഷിക്കാൻ എപ്പോഴും സഹായിച്ചുകൊണ്ടിരിക്കുന്നു. മനുഷ്യജീവിതത്തിലെ സകല കാര്യങ്ങളും സംഭവങ്ങളും ദൈവം നിശ്ചയിക്കുന്നു. സകലരും രക്ഷ പ്രാപിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നു. നമ്മെപ്പറ്റിയുള്ള ദൈവത്തിന്റെ പദ്ധതികൾ നമ്മെ തീർച്ചയായും അവിടുത്തോട് അടുപ്പിക്കുന്നതിനു വേണ്ടി മാത്രം ഉളവാകുന്നു. ഇപ്രകാരം മനുഷ്യന് ദൈവപിതാവ് കനിഞ്ഞനുഗ്രഹിക്കുന്ന സ്നേഹത്തിൽ പൊതിഞ്ഞ സഹായ സഹകരണങ്ങൾ സ്വീകരിക്കുന്നതിലൂടെ സ്വന്തം ആത്മരക്ഷ സുനിശ്ചിതമാകുന്നു. ഇതിനോടുള്ള എതിർപ്പ് ജ്ഞാനം, ബുദ്ധി, വിവേകം എന്നിവയാൽ നിർവീര്യമാക്കുന്നു. സാത്താൻ ആകർഷകമായ ഭ്രമങ്ങളിലൂടെ, കപട ഉപദേശങ്ങളിലൂടെ ജ്ഞാനത്തിന്റെ പ്രകാശത്തെ മറയ്ക്കുന്നു. മരണകരമായ കൊടിയ വിഷം സുന്ദരമായ പൊതിക്കുള്ളിൽ അവൻ ഒളിപ്പിക്കുന്നു. എങ്കിലും അനന്തമായ കരുണ ചൊരിയുന്ന തമ്പുരാൻ അവിടുത്തെ സൃഷ്ടികളെ അത്ര വേഗം കൈവെടിയാതെ പിന്നെയും പിന്നെയും അവർക്ക് നന്മയിലേക്ക് തിരിച്ചു വരുന്നതിന് അവസരം നൽകുന്നു. പശ്ചാത്തപിച്ച് ജീവനിൽ പ്രവേശിക്കുന്ന ആത്മാവിന് അതിന്റെ നന്മയ്ക്ക് ആനുപാതികമായ കൂടുതൽ നന്മകൾ ഉണ്ടാകാൻ അവിടുന്ന് ആഗ്രഹിക്കുന്നു. മോഹം, പ്രലോഭനം, സാത്താൻ എന്നിവയ്ക്ക് മേലെ കൂടുതൽ വിജയം വരിക്കുന്നതിനുള്ള പ്രസാദവരവും നൽകുന്നു. പക്ഷേ ഹീനമായ മോഹവലയത്തിനുമേൽ ഉണരാൻ മനുഷ്യൻ കൂട്ടാക്കുന്നില്ലെങ്കിൽ അവൻ ദൈവത്തിന്റെയും മനുഷ്യന്റെയും ശത്രുവിന് അടിമപ്പെടുന്നു. എത്രമാത്രം ദൈവത്തിൽ നിന്ന് അവൻ അകന്നു പോകുന്നുവോ അത്രയും ദൈവവിളിക്ക് അവൻ അയോഗ്യനാകും. ഇപ്രകാരം എൻ്റെ പ്രിയപുത്രി, ആത്മരക്ഷയും നിത്യനരകവും ദൈവിക നിർദ്ദേശങ്ങൾ നാം സ്വീകരിക്കുന്നതും നിരസിക്കുന്നതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ പ്രബോധനം നീ മറക്കാതെ ദൈവികമായ ആന്തരിക ചിന്തകൾക്ക്, വെളിപാടുകൾക്ക് നീ പ്രത്യുത്തരം നൽകണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു. അവിടുത്തെ നിത്യശത്രുവിനെ ധൈര്യപൂർവ്വം എതിർക്കുകയും അവിടുത്തെ ആജ്ഞകൾ പാലിച്ച് ജീവിക്കുകയും ചെയ്യുക വഴി ദൈവപ്രീതിക്ക് നീ പാത്രീഭൂതയാകുക. ഞാൻ എൻ്റെ മാതാപിതാക്കളെ വളരെയധികം സ്നേഹിച്ചിരുന്നു. എൻ്റെ അമ്മയുടെ വാക്കുകൾ എന്നെ വേദനിപ്പിച്ചു. പക്ഷേ ദൈവേച്ഛ തിരിച്ചറിഞ്ഞതുകൊണ്ട് എൻ്റെ മാതൃഗൃഹം ഉപേക്ഷിച്ച് എൻ്റെ നിത്യമണവാളനോടൊപ്പം ആയിരിക്കാൻ ഞാൻ നിശ്ചയിച്ചു. ശരിയായ വിദ്യാഭ്യാസവും ഉപദേശങ്ങളും വഴി കുഞ്ഞുങ്ങളെ നേരിൻ്റെ നന്മയുടെ മാർഗത്തിലേക്ക് നയിക്കാവുന്നതാണ്. അപ്രകാരം കൃത്യവും മാർഗദർശകവുമായ ജ്ഞാനത്തിൻ്റെ വെളിച്ചത്തിൽ അതിൻ്റെ പ്രഥമ കിരണം മുതൽ ആയിരിക്കാൻ നാം സഹായിക്കുകയും വേണം.